ഓരോ ഘട്ടത്തിലും അതിന്റെ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്ന സ്വർണം അത് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നിലപാട് തന്നെ. ആരെങ്കിലും കുറ്റവാളികളുണ്ടെങ്കിൽ ആ കുറ്റവാളികൾ ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക തന്നെ വേണം. ഇപ്പോൾ SITയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ആ അന്വേഷണത്തിൽ കേരള ഹൈക്കോടതി സംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ നടപടിയിൽ ഒരു ഇടപെടലും ഗവൺമെന്റ് നടത്തുന്നില്ല. ആ അന്വേഷണത്തെ ശക്തിപ്പെടുത്താൻ എത്രത്തോളം സഹായിക്കാൻ കഴിയുമോ ആ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത്. ഈ പ്രശ്നം തെറ്റായി വ്യാഖ്യാനിച്ച് എന്തോ ഇടതുപക്ഷക്കാരെല്ലാം വിശ്വാസത്തിനെതിരാണെന്നോ ശബരിമലക്കെതിരാണെന്നോ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിതമായ പ്രചാരവേലയാണ് നടത്തിയത്. അതിന് വേറെ നിവൃത്തിയൊന്നുമില്ല. ഞങ്ങളുടെ കൈ ശുദ്ധമാണ്. ഇതിനകത്ത് എന്താണോ ഞങ്ങളുടെ നിലപാട് ആ നിലപാടിന് മാറ്റമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശബരിമല പ്രശ്നത്തിൽ, സ്വർണ്ണപ്പാളി പ്രശ്നത്തിൽ കുറ്റം ചെയ്തവരെ നിയമത്തുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിലപാടുകളും സ്വീകരിക്കുന്നുണ്ട്. തുടർന്നും ആ നിലപാടുമായിട്ട് മുമ്പോട്ട് പോകും. ഓരോ നടപടിയും എടുത്തു വരുന്ന സന്ദർഭങ്ങളിൽ അത് ബന്ധപ്പെട്ടവർക്കെല്ലാം ബോധ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ല 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 ഞാൻ പറഞ്ഞല്ലോ, ശബരിമലയിൽ ഉണ്ടായ ഈ പ്രശ്നം, ഈ ശബരിമലയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള വ്യാപകമായ കള്ളപ്രചാര വേലകൾ നടന്നിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ ജനങ്ങളെ സ്വാധീനിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതല്ല, അത് അങ്ങനെ നിങ്ങളുടെ ദയവ് ചോദിക്കല്ല. ഞാൻ ആലോചിച്ച വിവരല്ലേ ഇവിടെ പറഞ്ഞത്. അത് അങ്ങനെയെങ്കിലും പരിഗണിക്കുക, നിങ്ങൾ അംഗീകരിക്കുക. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞാൻ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അല്ല അതല്ല, അത് മാത്രല്ല, അല്ല ഞാനത് മാത്രല്ല, ഞാൻ ആദ്യം തന്നെ തുടങ്ങിയത് എന്താ, പ്രതീക്ഷിച്ച ഫലം ലഭ്യമായില്ല. ഞാനിവിടെ മുമ്പും നിങ്ങളെ സമീപിച്ച സമയത്ത് എന്റെ നിലപാട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. LDF കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പ്രതീക്ഷിച്ച, ഞങ്ങൾ അതിനേക്കാൾ ഉയർന്ന് നല്ല വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷിച്ച ഫലം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. അത് എന്തുകൊണ്ടുണ്ടായില്ല എന്നുള്ളത് ഈ 2-3 വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് ജനങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളത് ജനങ്ങളുമായി സംവദിച്ച് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് തിരുത്തും എന്നാണ് പറഞ്ഞത്. അത് ജനങ്ങളാണ് ആ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും നിലപാട്. അപ്പൊ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുമ്പോട്ട് പോവുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഒരു കാലത്തും തിരുത്തരുത് എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. അല്ല, തന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക. അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ. വിശദാംശങ്ങൾ വരിച്ച് നമ്മൾ ഒരാളെ രക്ഷിക്കാനില്ല. വിശദാംശങ്ങൾ വരുന്ന സമയത്ത് എന്താണ് നിലപാട്. ഇപ്പം ഇനി ഇതിൽ ബന്ധപ്പെടുത്താവുന്ന തെറ്റുകാർ ആരൊക്കെയുണ്ടോ, ഒരാളെ അറസ്റ്റ് ചെയ്തു തൽക്കാലം കസ്റ്റഡിയിൽ വെച്ച് എന്നുള്ളത് കൊണ്ട് മാത്രം കുറ്റവാളിയാവുന്നില്ല. ഒരു കുറ്റവാളിയെ രക്ഷപ്പെടാൻ പാടില്ല. അത് ഈ അന്വേഷണ നടപടികളിലൂടെ, ഇവിടെ കുറെ പേരെ ഇതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ അന്വേഷണ നടപടികളിലൂടെ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരട്ടെ. പുറത്തു വരുന്ന സമയത്ത് എന്താണ് എന്നുള്ളത് അത് സംബന്ധിച്ച് അപ്പൊ നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നു. എന്താ അത് അയാളോട് തന്നെ ചോദിക്കണം. എനിക്കറിയില്ല. അതൊന്നും പറയാൻ ഇപ്പൊ നമ്മൾ അന്വേഷണ നടപടിയുടെ ഭാഗമായി വിവരങ്ങൾ പുറത്തു വരും എന്നാണ് ഞങ്ങളിപ്പം പ്രതീക്ഷിക്കുന്നത്. അത് പുറത്തു വരുന്ന സമയത്ത് അതിനോടുള്ള നിലപാട് ഏതെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ നമ്മളപ്പോൾ പറയാൻ തയ്യാറാ. ഒരാൾ പറയും.
സഖാക്കളാണെന്നുള്ള പാർട്ടി തിരിച്ചറിയാൻ അങ്ങനെ പ്രചാരണം ഞാൻ ഇപ്പോ തന്ത്രിയാണ് മനസ്സിലായി തുടങ്ങി. ഈ നടന്ന പ്രചാരവേലയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഞാനൊരു പ്രതികരണവും നടത്തുന്നില്ല. ഒരുപാട് അതൊക്കെയാണ് ഇപ്പൊ കളവ് പ്രചരിപ്പിച്ചെന്ന് പറയുന്നത്. അത്തരം കളവ് പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ പുറത്തു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.